ശ്രീ മുഹമ്മദ് ഷമ്മാസ്, വിദ്യാർത്ഥി സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്, മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഇതുപോലെ കമ്പിവടിയെടുത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ തലതല്ലി പൊളിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക്, സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഗുണ്ടകളെയാണോ റിക്രൂട്ട് ചെയ്യാറ്? അഭിലാഷ്, ഇവിടെ തലതല്ലി പൊള്ളിച്ച കഥയും ഈ പറഞ്ഞ കമ്പിയെടുത്ത് നടക്കുന്ന കഥയൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ സമാനമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷങ്ങൾ അരങ്ങേറുന്നത്. വളരെ പ്രയാസപ്പെട്ട് എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷക്കാലത്തിന് ശേഷം ഈ പറഞ്ഞ SFIയുടെ എല്ലാ ഏകാധിപത്യത്തെയും തകർത്ത് വളരെ കൃത്യമായ രീതിയിൽ ജനാധിപത്യ മാർഗത്തിൽ ആ സർവകലാശാല യൂണിയന്റെ ഭരണം UDSF തിരിച്ചു പിടിച്ചപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ SFIക്കാരുടെ ഈ വിരളപിടിപ്പ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഡി-സോൺ കലോത്സവം ബോധപൂർവം ഉണ്ടാക്കിയ സംഘർഷവും അതുവഴി യൂണിവേഴ്സിറ്റി കലോത്സവം തന്നെ അങ്ങ് അടിച്ച് തകർക്കാനുള്ള SFIയുടെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം അരങ്ങേറുന്നത്. കാണുന്ന ദൃശ്യം വളരെ വ്യക്തമാണ്. അതിൽ ഉള്ളത് KSUവിന്റെ ഭാരവാഹികളാണ്, അതിലുള്ളത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഗോകുൽ ഗുരുവായൂർ. നോക്കൂ, ഞാൻ ചോദിക്കുന്നത്, വിദ്യാർത്ഥി സംഘർഷത്തിൽ പെട്ടെന്ന് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കി, തല്ലുണ്ടാക്കി എന്നുള്ളത് ഇതംപ്രഥമമായ സംഭവമായി ഞാൻ പറയുന്നില്ല. പക്ഷേ ജില്ലാ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരാളെ കൊല്ലാവുന്ന വിധത്തിൽ, അതിമാരകമായ വിധത്തിൽ, പരുക്കേൽപ്പിക്കാവുന്ന വിധത്തിൽ ഇതുപോലെ അതിക്രമം കാണിക്കുന്നതിന്റെ ന്യായം എന്താണ്? അതാണ് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം. ഒരു തരത്തിലും അതിന് ന്യായത്തിലേക്കോ അന്യായത്തിലേക്കോ അല്ല, മറിച്ച് കൃത്യമായി അതിനകത്ത് മറുപടി ഉണ്ട്. താങ്കൾ ആ വിഷ്വൽ മാത്രമേ കണ്ടുള്ളൂ. അതിന് മുമ്പ് നടന്ന വിഷ്വൽ എന്തുകൊണ്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല? ഈ പറഞ്ഞ രീതിയിൽ തന്നെ ബോധപൂർവമായി സ്റ്റേജിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് അതിന്റെ പിന്നാലെ കസേര ഉൾപ്പെടെ എടുത്ത് അവിടുത്തെ ജഡ്ജസിനെ, അവിടുത്തെ മറ്റ് സംഘാടകരായിട്ടുള്ള വിദ്യാർത്ഥികളെ എല്ലാം ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ടല്ലോ. അതിലേക്ക് താങ്കളുടെ കണ്ണ് പോയില്ലേ? വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി അതിലൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ KSUവിനെതിരെ വിരൽ ചൂണ്ടുന്നത്. വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഒരു സംശയവും വേണ്ട, ആ കലോത്സവം അടിച്ചു തകർക്കാനും അലമ്പാക്കാനും വിദ്യാർത്ഥികളെ മർദ്ദിക്കാനും എത്രയോ ദിവസം രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ആ സർവകലാശാല യൂണിയന്റെ കലോത്സവം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വന്ന SFIക്കാരെ, അവിടുത്തെ KSUക്കാരെ, അവിടുത്തെ സംഘാടക സമിതി ഭാരവാഹികളെ തല്ലുമ്പോ പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങളാണ് KSUവിന്റെ MSFന്റെ യൂണിയനാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. കലോത്സവം നടത്തുക എന്നുള്ളത്, കലോത്സവം നല്ലതുപോലെ നടത്തുക എന്നുള്ളത് യൂണിയന്റെ ഉത്തരവാദിത്വമാണ്. തല്ലിയിട്ടല്ലോ കലോത്സവം നടത്തേണ്ടത്. കലോത്സവം നല്ലതുപോലെ നടത്തണം. പിന്നെ കലോത്സവങ്ങൾ നടക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി നടക്കുമ്പോൾ ചില പരാതികൾ വരും, ചില പ്രതിഷേധങ്ങൾ വരും. അവിടെ സ്റ്റേജിൽ കേരളോർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ സ്കിറ്റുമായി ബന്ധപ്പെട്ടൊക്കെ സ്റ്റേജിൽ ഇരുന്നൊരു പ്രതിഷേധം ഉണ്ടായി. ശരി, പ്രതിഷേധമുണ്ടായാൽ ഇങ്ങനെയാണോ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനെ ഡീൽ ചെയ്യുക? ഇങ്ങനെയാണോ നേരിടുക? തല്ലി എന്നാ പിന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ എതിരഭിപ്രായം ഉയർത്തുന്നവനെ ഞങ്ങൾ കലോത്സവം നടത്തുന്നതാണോ കലോത്സവം നടത്തേണ്ടത്? കലോത്സവം നടത്താൻ ശേഷിയുള്ള ആളുകളെയാണ് ആ പദവികളിലൊക്കെ വെക്കേണ്ടത്. ആ ശേഷി തന്നെ തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പരിപാടികളൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും അവസാനം അതിലേക്കാണ് വരുന്നത്. ഈ പരിപാടി അവസാനിക്കുന്ന ദിവസമാണല്ലോ ഈ പറഞ്ഞ വളരെ ഭംഗിയായി ഈ പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങളും പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോയി വളരെ സുഗമമായ രീതിയിൽ ഈ പരിപാടികൾ അവസാനിക്കുന്ന ഘട്ടത്തിലാണല്ലോ SFIക്കാരന് വിരൽ പിടിക്കുന്നത്. തല്ലിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ നടത്തുന്ന കലോത്സവം, KSUവിന്റെയും MSFന്റെ നേതൃത്വത്തിലുള്ള UDSF മുന്നണിയുടെ യൂണിയൻ നേതൃത്വത്തിൽ നടത്തുന്ന കലോത്സവം, ആ കലോത്സവത്തെ ഇങ്ങനെ തല്ലിയിട്ട് ഞങ്ങൾ അലങ്കോലമാക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? അത്രയും പോലെയാണോ ഞങ്ങൾ? അല്ല, മറിച്ച് വളരെ പറഞ്ഞുതരാം. നിങ്ങൾ കാണുന്നത് ഗോകുൽ ഗുരുവായൂരിന് മാത്രമാണ്. അവിടെ SFIക്കാരൻ കസേരയെടുത്ത് അറിയുന്നതും ഒരു ചെറുപ്പക്കാരനെ 5-6 പേര് ചേർന്ന്, 5-6 അല്ല 8-10 പേര് ചേർന്ന് തല്ലുകയാണ്. അയാൾ നിലത്ത് വീണ് കിടക്കുമ്പോഴും വലിയ വടി ഉപയോഗിച്ച് അയാൾ മരിച്ചു പോകാമായിരുന്നു. ആന്തരിക രക്തസ്രാവമുണ്ട്. മരിച്ചു പോകാവുന്ന വിധത്തിൽ ഇത്രയും
ക്രൗര്യത്തോടു കൂടി ആക്രമിക്കൽ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാവുക? വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഇത്രയും ക്രൗര്യം എങ്ങനെയാണ് മനസ്സിൽ വരിക? ഇങ്ങനെയുള്ള തെമ്മാടിത്തം എങ്ങനെയാണ് കലോത്സവത്തിന്റെ ഭാഗത്തിൽ നടത്താൻ? എവിടെ ശ്രദ്ധയിൽപ്പെടാത്ത പ്രശ്നം? ഇതിന് മറുപടി പറയൂ. ഒരു വിദ്യാർത്ഥി, അത് ആരുമാവട്ടെ, നിലത്ത് വീണ് കിടക്കുമ്പോൾ, അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുമ്പോൾ ചാകണം അവൻ എന്ന ഉദ്ദേശത്തിൽ തലച്ചോറ് തല്ലിപ്പൊളിക്കുന്നത് എന്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമാണ് ഷമ്മാസെ? അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ കാണിക്കുന്നത് കൺമുൻപിൽ ദൃശ്യം കാണുമ്പോൾ എടുത്ത് പുറത്തു കളയണ്ടേ? പുറത്തു കളഞ്ഞോ? സംരക്ഷിക്കുമെന്നാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളെ വെച്ച് പ്രവർത്തനം നടത്തി നിങ്ങൾ ഈ പറഞ്ഞ ഒരു സാമൂഹ്യ വിരുദ്ധനമല്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട സർവകലാശാല കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയത്നിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ അടിച്ച് ശരിപ്പെടുത്തി ഇതങ്ങ് അലങ്കോലമാക്കി കളഞ്ഞാൽ മുന്നിട്ടിറങ്ങിയാൽ അത് ഗോകുലൂരുമായിരുന്നല്ല. ഈ പറഞ്ഞ ഞാനാണെങ്കിലും ഈ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും. അല്ലാതെ കിട്ടുന്ന അടിയൊക്കെ മേടിച്ച് പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന കാലത്തിലല്ല നിൽക്കുന്നത്. കാലാകാലം ഇങ്ങനെ ക്യാമ്പസുകളിലുള്ള മുഴുവൻ അടിയും മേടിച്ച് പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അടിച്ച് തിരിച്ചടിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും സമയത്ത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതിന്റെ അളവും ഏറ്റക്കുറിച്ചിലും തൂക്കവും പറഞ്ഞ് KSUവിന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമില്ല. പ്രതിരോധം തന്നെയാണ്. നിരായുധനായി 10 പേരുടെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ വീണാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ രാഷ്ട്രീയമെങ്കിൽ അടിവരയിട്ട് മുഹമ്മദ് ഷമ്മാസ് അത് പറഞ്ഞു പോകണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നിരായുധനായി നിലത്തു വീണുപോയ ഒരു വിദ്യാർത്ഥിയുടെ തലച്ചോറ് തല്ലിക്കീറുന്നത് പ്രതിരോധമാണ് എന്നുള്ളതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ രാഷ്ട്രീയമെങ്കിൽ അത് പറഞ്ഞു പോകണം. അതിന് നിങ്ങളുടെ താങ്കൾ ആ വിഷ്വല് മാത്രം കാണുന്നത്, അത് മാത്രം ഫോക്കസ് ചെയ്ത് ചർച്ചയിലേക്ക് എടുക്കുന്നതിൽ കൃത്യമായ പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തേ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്തത്? അതിനു മുമ്പ് SFI നേതാക്കൾ കാട്ടിക്കൂട്ടിയ തോന്നിയവാസം എന്തേ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്തത്? ആ സ്റ്റേജിനകത്ത് അവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവിടെ ചില ഉന്തും തള്ളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, സമ്മതിച്ചു. അതിനെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ നയപരമായി നേരിടുക എന്നുള്ളതാണല്ലോ നടത്തുന്ന ആളുകളുടെ ഉത്തരവാദിത്വം. സംഘർഷം ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ സാധാരണ നിലയ്ക്ക്. ഷമ്മാസെ, നേതാക്കൾ എന്താണ് ചെയ്യുക? സംഘർഷം, ഇപ്പൊ കുട്ടികൾ 2 യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ 2 വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കിയ നേതാക്കൾ പോയിട്ട്, ജില്ലാ നേതാക്കളൊക്കെ പോയിട്ട് ആ നേതാക്കളെ പോയിട്ട് അവിടെ കുട്ടികളെ ശാന്തരാക്കുകയാണ് ചെയ്യുക, അല്ലാതെ വടിയും കൊണ്ട് പോയി തല്ലുകയല്ല. നിങ്ങൾ വേണമെങ്കിൽ കൊന്നോ, ഇതിപ്പോ ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു കാര്യം ഈ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായി അങ്ങ് പറഞ്ഞു. ഉന്തും തള്ളുണ്ട, കസേര എടുത്തിട്ട് പരസ്പരം അടിച്ചിട്ടാണ് ഉന്തും തള്ളുണ്ടാക്കുന്നത്. ഹെൽമെറ്റ് എടുത്ത് തലക്കടിച്ചിട്ടാണ് ഉന്തും തള്ളുണ്ടാകുന്നത്. അവിടുത്തെ ഈ പറഞ്ഞ ആ പരിപാടി അങ്ങ് അലങ്കോലമാകണം. സ്പീക്കറിൽ വെള്ളം കോരി ഒഴിച്ചു, അവിടെ നിന്ന് ജഡ്ജസിന് ഉൾപ്പെടെ കയ്യേറ്റം ശ്രമിച്ചു, അവിടുത്തെ മറ്റു ഉപകരണങ്ങളെല്ലാം തല്ലി തകർത്തു. ഈ തോന്നിവാസങ്ങളൊക്കെ കണ്ടിട്ട് കയ്യും കെട്ടിയിട്ട് അവിടെ നോക്കി നിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെ ഈ പറഞ്ഞ ഒരു പറ്റം, ഈ പറഞ്ഞ എന്താണ്, നമ്മളൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് കാണാറുണ്ട് ഈ പേളകിയ കുറുക്കന്മാരെയും ഈ പറഞ്ഞ തെരുവ് നായ്ക്കളെയെല്ലാം. അവരെയൊക്കെ നാട്ടുകാർ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത്ര ലാഘവത്തോടു കൂടി മാത്രമേ ഈ പ്രവൃത്തിയെ ഞങ്ങൾ കാണുന്നുള്ളൂ. ആ രീതിയിലാണ് SFI കേരളത്തിൽ അഴിഞ്ഞാട്ടത്തിന്റെ ഒരു ഭാഗമാണ്. അഴിഞ്ഞാട്ടത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഡീസോൺ കലോത്സവം അലമ്പാക്കാൻ, അത് അലങ്കോലപ്പെടുത്താൻ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും അത്യാസന്ന നിലയിൽ ചെയ്യുക എന്ന് പറഞ്ഞ അക്രമത്തെ ന്യായീകരിക്കുന്നതും പക്വതയുള്ള വിദ്യാർത്ഥി പ്രവർത്തനമല്ല, പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമല്ല. ഇത്തരം കാര്യങ്ങളെ എൻഡോഴ്സ് ചെയ്യാതിരിക്കുക എങ്കിലും മിനിമം ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തത് കാണുന്ന സമൂഹം രാഷ്ട്രീയമേ വേണ്ടതില്ല എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു നിങ്ങളുടെ എതിർ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിന്റെ തലതല്ലിപ്പൊളിച്ച് ആശുപത്രിയിലാക്കിയ നായ്ക്കളെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞ മര്യാദകേടാണ്, മനുഷ്യത്വമില്ലായ്മയാണ്. അങ്ങനെയുള്ള മനുഷ്യത്വമില്ലായ്മയല്ല വിദ്യാർത്ഥി നേതാക്കളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ അയക്കുക? രക്ഷിതാക്കൾ പരസ്പരം തലതല്ലിക്കീറാനാണോ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം? അങ്ങനെ
തലതല്ലി കീറിയ ഘട്ടത്തിലെങ്കിലും അതിനോട് ഖേദം പ്രകടിപ്പിക്കുക, ആ പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇനിയും ഞങ്ങൾ ശരിയാണ്. ന്യായീകരിക്കുന്നത് ആശ്ചര്യജനകമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൽ പഠിക്കുന്നത് ഏത് രീതിയിൽ അങ്ങ് വ്യാഖ്യാനിച്ചാലും വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതിലെന്താണ് വ്യാഖ്യാനം? നോക്കിക്കാണും. ശരി, ഓക്കെ.